ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് വില്ലയിലാണ് നമ്മൾ എന്നുള്ളത്. 3.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്ററുമാണ് വരുന്നത്. തികച്ചും വാസ്തുപരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. മെയിൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ വലിയൊരു ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വണ്ടി കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന് മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. അതും കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ച ഒരു ഷൂറാക്കും ഇവിടെ നൽകിയിരിക്കുന്നതും നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. 8-10 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു സോഫ സെറ്റ് തന്നെ ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. 10 അടിയോളം നീളത്തിലുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 7-8 പേർക്ക് ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ സുഖമായി നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി സ്റ്റെയർവേയോട് ചേർന്നാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇൻവെർട്ടർ വെക്കുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർവേക്ക് താഴെയായി തന്നെയാണ്. അടുത്തതായി നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കയറി ചെല്ലാം. മൾട്ടിവുഡിൽ മനോഹരമായൊരു പാർട്ടീഷൻ വർക്ക് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നൽകിയിരിക്കുന്നത്. വാം കളറിലുള്ള 2 ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെ ഈ ഏരിയ ചെയ്തിട്ടുണ്ട്. സാധാരണയായി കാണുന്ന ബഡ്ജറ്റ് വീടുകളെ അപേക്ഷിച്ച് ഈ വീടിന്റെ അടുക്കള അല്പം വലുത് തന്നെയാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ബിൽഡർ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റൗ വരുന്ന രീതിയിൽ തന്നെയാണ് അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമെയായി വർക്ക് ഏരിയ കൂട്ടിയെടുക്കാനുള്ള സൗകര്യവും ഈ വീട്ടിൽ നമുക്ക് ലഭ്യമാണ്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റെയർവേയിൽ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റുകളാണ്. കൂടാതെ ഹാൻഡ് റെയിലായി കൊടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലും. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. മൾട്ടിവുഡിൽ തീർത്ത ചെറിയൊരു സ്റ്റഡി ടേബിളും ഇവിടെ നമുക്ക് കാണാം. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കൊന്ന് കയറി ചെല്ലാം. വുഡൻ ഫിനിഷ് ലഭിക്കുന്ന മാറ്റ് ടൈലുകളാണ് യൂട്ടിലിറ്റി ഏരിയയിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീനും മറ്റും വെക്കുന്നതിനായിട്ടുള്ള പോയിന്റുകളും ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ചെല്ലാം. 11 അടി നീളവും 10 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 3 പാളികളുള്ള വലിയ വാർഡ്രോബുകൾ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം.
നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ചെറിയൊരു വർക്ക് സ്പേസും കൂടി നൽകിക്കൊണ്ടാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ റൂമിലും ചെറിയൊരു സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. ഈ വീടിന്റെ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് കവർ ചെയ്ത് ഭംഗിയാക്കി തന്നെ ബാൽക്കണി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3.5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില വെറും 61 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ ബഡ്ജറ്റ് വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.